ശ്രീമദ് ഭാഗവതം ക്ലാസ് 327 12ാമത്തെ സ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 4 തരം പ്രളയങ്ങളെപ്പറ്റി പറയുകയാണ്. അതായത് നൈമിത്തികം, പ്രാകൃതികം, ആത്യന്തികം, നിത്യം, ഇങ്ങനെ ഒരു 4 തരം പ്രളയമുണ്ട് എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ പ്രളയം പ്രപഞ്ചം മുഴുവൻ വെള്ളത്തിൽ മുങ്ങി ഇല്ലാതാകുന്നതാണ്. അങ്ങനെ ഇല്ലാതാകുമ്പോൾ 4 തരം സംഭവങ്ങൾ ഇല്ലാതാകുന്നുണ്ട്. അതാണ് 4 തരമായിട്ട് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഒന്നിൽ ശ്രീ ശുഗൻ പറയുകയാണ്, ഓ രാജൻ, അതായത് രാജാവോട് പറയുകയാണ്, ഇനി പരമാണു തൊട്ട്, അപ്പം സൃഷ്ടി മുതൽ കൽപ്പാന്ത പ്രളയം വരെയുള്ള യുഗങ്ങളിലെ കാലമാനവും അതിൻ്റെ പീരീഡും പ്രളയങ്ങളെയും പറ്റി പറയാം. അതായത് പ്രളയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനി പറയാം. 2 1000 ചതുർയുഗങ്ങൾ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അപ്പം ബ്രഹ്മാവിൻ്റെ ഒരു പകല് എന്ന് പറയുന്നത് 1000 ചതുർയുഗങ്ങളാണ്. ചതുർയുഗം എന്താണ്? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിൻ്റെ പൊളിക്കും ആദ്യം ഉണ്ടാക്കും, പൊളിക്കും ആദ്യം ഉണ്ടാക്കും, പൊളിക്കും ആദ്യം ഉണ്ടാക്കും. അങ്ങനെ 1000 എണ്ണം കഴിയുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമാകുന്നത്. ബ്രഹ്മാവ് ആക്റ്റീവാണ്. 1000 ചതുർയുഗം. അപ്പം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. എന്നിട്ട് അതിനെ പൊളിച്ച് പിന്നെ ആദ്യം ഉണ്ടാക്കി കൃതയുഗം, ഇങ്ങനെ പോയിട്ട് അങ്ങനെ 1000 സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് പിന്നെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം തീരുന്നത്. അത് ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ്. അതിൽ 14 മനുക്കൾ ഇരിക്കുന്നുണ്ട്. അതിനെ 14 മന്വന്തരങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം 14 മന്വന്തരങ്ങളിലൂടെ 1000 ചതുർയുഗങ്ങൾ കടന്നു പോവുകയാണ്. അതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അതിനാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. നമ്മൾ കൽപ്പാന്ത കാലത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രപഞ്ചം ഉണ്ടായി ഇല്ലാതായി അങ്ങനെ എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ട് അവസാനം മതിയാവും. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മാവ് ഉറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അടിച്ചെടുത്ത് കൊണ്ടുപോകും. പിന്നെ ഒരു പൊടി പോലും ഇവിടെ വെക്കില്ല. എന്നിട്ട് കൊണ്ടുപോയിട്ട് ബ്രഹ്മത്തിലേക്ക്, പിന്നെ ശൂന്യമാണ്. പിന്നെ അത്രയും കാലം ബ്രഹ്മാവ് ഉറങ്ങുകയാണ് ചെയ്യുക. പിന്നെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ശൂന്യം. പിന്നെ ആദ്യം ഇതേക്ക് തുടങ്ങും. അപ്പോൾ ആദ്യം ഒരു ദിവസം തുടങ്ങും ബ്രഹ്മാവിൻ്റെ. ഇങ്ങനെയൊന്ന് പോയിക്കൊണ്ടിരിക്കുക. എത്ര കാലം എന്നൊന്നും ഒരു കണക്കുമില്ല. 3 ആ പകലിൻ്റെ അന്ത്യത്തിൽ അങ്ങനെ, അതായത് 1000 ചതുർയുഗങ്ങൾ കഴിയുന്ന കാലം പ്രളയം സംഭവിക്കും. അതോടെ ബ്രഹ്മദേവൻ്റെ രാത്രി ആരംഭിക്കും. ബ്രഹ്മദേവൻ ഉറങ്ങാൻ പോകുമ്പോൾ ഇതെല്ലാം കൂട്ടിക്കെട്ടിയിട്ടാണ് പോവുക. ആ രാത്രിയിൽ ഈ 3 ലോകയും വിലയിക്കുന്നു. ബ്രഹ്മത്തിൽ പോയി വിലയിക്കും. 4 അപ്പോൾ നാരായണൻ ഈ ലോകങ്ങളെ തന്നിൽ ലയിപ്പിച്ച് എല്ലാം നാരായണൻ കൊണ്ടുപോയിട്ട് തന്നിൽ ലയിപ്പിക്കും. പിന്നെ ആദിശേഷനെ ആസ്ഥാനമാക്കി, ആദിശേഷൻ എന്ന് പറഞ്ഞാൽ നാഗം, തരംഗം. ഈ പ്രപഞ്ചത്തിൽ എന്താണ്? ഒരു ഊർജ രൂപത്തിൽ നാരായണൻ ആ തരംഗത്തിൻ്റെ മേലെ നാരായണൻ റെസ്റ്റ് ചെയ്യും. അതായത് ഏതോ ഒരു ശക്തിവിശേഷം ഇവിടെ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അത് ഇതിൽ നിന്ന് വന്നാണ്? ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്. ആ ശക്തിവിശേഷം ഒരു ഊർജമായതുകൊണ്ടാണ് അനന്തൻ എന്ന നാഗം എന്ന് പറഞ്ഞത്. അതിന് അറ്റമില്ല. അതിലാണ് ഈ ശക്തിവിശേഷം പിന്നെ ഉറങ്ങുന്നത്. ബ്രഹ്മാവ് ഉറങ്ങുന്നതാണ്, നാരായണൻ ഉറങ്ങുന്നില്ല.
ശയിക്കുന്നു. ഇപ്രകാരമുള്ള രാത്രിയിലേക്ക് നയിക്കുന്നത് നൈമിത്തിക പ്രളയം. അതാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചമെല്ലാം ഒരു കൽപ്പം കഴിയുമ്പോൾ എല്ലാം അടിച്ചു കൂട്ടിയിട്ട് ബ്രഹ്മത്തിൽ നാരായണൻ തന്നെ പോയി ശയിക്കും ആ അനന്തനെന്ന നാഗത്തിൻ്റെ മേലെ. അതാണ് നൈമിത്തിക പ്രളയം. 6 അപ്പോഴും മഹത്തത്വങ്ങൾ മൂലാവയാലുണ്ടായ അണ്ഡകോശം. മഹത്തത്വം എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ. പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ മഹത്തത്വങ്ങളുടെ തത്വങ്ങളാൽ ഉണ്ടായ അണ്ഡകോശം, അതിൽ നിന്നാണ് മണ്ഡമുണ്ടായിട്ട് പ്രപഞ്ചമായി മാറിയത്. കാലത്താൽ നശിച്ച് അത് പൂർണ്ണ വളർച്ചയെത്തി അവസാനം കാലമെത്തുമ്പോൾ നശിച്ച് ലയിക്കുന്നത് പ്രകൃതിയുടെയും അവയ്ക്കു കാരണമായ ബ്രഹ്മാണ്ടത്തിൻ്റെയും, പ്രകൃതി പുരുഷനും പ്രകൃതിയുമായത്, പ്രകൃതിയുമായാണ് ബ്രഹ്മാണ്ടമായി മാറിയത്. അതായത് മഹത്തത്വം അല്ലെങ്കിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പുരുഷനും പ്രകൃതിയായി. അപ്പോൾ പ്രകൃതിയിൽ നിന്നാണ്ട്, പ്രകൃതിയുടെ കാരണം മൂലമാണ് ബ്രഹ്മാണ്ടമുണ്ടായത്. അത് പ്രളയമായതോടെ നശിക്കുകയാണ്. അതുകൊണ്ട് പ്രകൃതി പ്രളയം എന്നും ഇതിനെ പ്രകൃതി പ്രളയം, പ്രകൃതിയും നശിക്കുന്നുണ്ട്. ഇനി 7 മുതൽ 10 വരെ അപ്പം പ്രകൃതി എങ്ങനെയാണ് നശിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ്. പ്രകൃതി നശിക്കുന്ന ഒരു പ്രക്രിയ വിവരിക്കുകയാണ്. ഈ പ്രപഞ്ചം എങ്ങനെയാണ് നശിക്കുന്നത്? പ്രകൃതിയിൽ 100 വർഷം മഴ പെയ്യില്ല. ഒരു 100 വർഷക്കാലം ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ, ഭൂമി എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ഗോളങ്ങളിലുമുള്ള ഭൂമിയിൽ, ഗ്രഹങ്ങളിലൊന്നും മഴ പെയ്യില്ല. അപ്പോൾ അന്നമില്ലാത്ത വിശപ്പിനാൽ ആ കാലഘട്ടത്തിൽ മഴ പെയ്യാതെ ഇരിക്കുമ്പം പിന്നെ എന്തുണ്ടാവും? കൃഷിയൊന്നും ഉണ്ടാവില്ല. വിശപ്പിനാൽ മനുഷ്യർ എല്ലാം തമ്മ് പിടിച്ചു തിന്നാൻ തുടങ്ങി. എന്നിട്ട് നശിക്കുന്നു പറയുകയാണ്. തിന്നാനൊന്നുമില്ലെങ്കിൽ പിന്നെന്താണ്? അവരവരെ മനുഷ്യരെ തന്നെ പിടിച്ചു തിന്നും, പട്ടീനെ തന്നെ പിടിച്ചു തിന്നും, ഒന്നും തിന്നാനില്ലാതിരിക്കും. വിശപ്പിനാൽ തമ്മിൽ ഭക്ഷിച്ച് കാലത്താൽ ഉപദ്രവിക്കപ്പെട്ട് ജനം മന്ദം നശിക്കും. ക്രമത്തിൽ മനുഷ്യർ പോലും ഇല്ലാതായിത്തീരും. തിന്നാൻ ഭക്ഷണമില്ല. പ്രളയകാല സൂര്യൻ, അപ്പോൾ സൂര്യൻ്റെ ആ ചൂട് മുകളിൽ സമുദ്രത്തിലെയും ദേഹത്തിലെയും ഭൂമിയിലെയും രസം ഘോര കിരണത്താൽ കുടിക്കുന്നു. ആ ചൂടിൻ്റെ ഉഷ്ണം കൊണ്ട് സമുദ്രത്തിലെ വെള്ളത്തെ കുടിച്ചു തീർക്കും. സമുദ്രത്തിലെ വെള്ളമെല്ലാം കുടിച്ചു തീർക്കും. നമ്മുടെ ശരീരത്തിലെ വെള്ളവും കുടിച്ചു തീർക്കും. നമ്മളും ചുക്കിച്ചൊടിയാൻ തുടങ്ങും. ഭൂമിയിൽ വല്ല വെള്ളമുണ്ട്, മണ്ണിലെല്ലാം ഉള്ള വെള്ളത്തെ എല്ലാം കുടിച്ചു തീർക്കും. അപ്പം ഭൂമിയെല്ലാം ഇങ്ങനെ പൊടിയുന്ന മാതിരിയാവും. അപ്പോൾ സംഘർഷ ഭഗവാന്റെ മുഖത്ത് നിന്ന് വരുന്ന പ്രളയാഗ്നി, ഭയങ്കര അഗ്നി വരും. ചൂട് വ്യാപിക്കും. കാറ്റുകൊണ്ട് വേഗത്തിൽ അടിക്കാൻ തുടങ്ങും. അടിക്കുമ്പോൾ പാതാളത്തിലുള്ള ലോകങ്ങളെ പോലും എരിക്കുന്നു. പാതാളം എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള വെള്ളത്തെ എല്ലാം എരിച്ചു കളയും. ഭൂമിയുടെ അടിയിലുള്ള, മറ്റേ ഭൂമിക്കടിയിൽ എന്തുണ്ട്? ജലമുണ്ട്, കത്തുന്ന വാതകങ്ങളെല്ലാം ഉണ്ടല്ലോ, കത്തുന്ന ക്രൂഡ് ഓയിലെല്ലാം, അതുമെല്ലാം എരിച്ചു കളയും. അങ്ങനെ എരിച്ചു കഴിയുമ്പം ഭൂമിയെല്ലാം ഒരു ചുട്ടുപഴുത്ത അവസ്ഥയിലാക്കും, ഉണങ്ങി വരണ്ട അവസ്ഥയിൽ. അപ്പോൾ സൂര്യൻ്റെയും അഗ്നിയുടെയും ജ്വാലകൾ 4 ഭാഗത്തു നിന്നും ബ്രഹ്മാണ്ടത്തെ ചാണക വിരണി പോലെ വരട്ടുന്നു. ഈ ഭൂമിയെല്ലാം ചാണകവിരൽ, നമ്മൾ ചാണകം പണ്ട് കാലത്ത് ചാണകം ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട് തെങ്ങുമ്മൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. കുഴച്ചിട്ട് എന്തെല്ലാം ഈർച്ചപ്പൊടിയാണ് എന്തെല്ലാം ചേർത്തിട്ട്
ഇങ്ങനെ തെങ്ങുമ്പോൾ പറ്റിച്ച് വെക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ അത് ചാണക വരണി പോലെയാവുന്നതാവും. പിന്നെ അത് നല്ലോണം കത്തും. പണ്ട് കാലത്തെ വിറകായിട്ട് ഇതാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം അതുപോലെയാവും. പിന്നെ അത് നല്ല പൊടിയുന്ന തരത്തിലാണ് ഉണ്ടാവുക. 12-13 ആ പ്രചണ്ഡവാദത്താൽ 100 കൊല്ലം അങ്ങനെ കഴിഞ്ഞ ശേഷം, വരണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷം 100 വർഷം അങ്ങനെ ആകുമ്പോഴേക്ക് ആകാശം പൊടി പടലങ്ങൾ നിറഞ്ഞ് ഇതെല്ലാം വരണ്ട് കിടക്കുമ്പോൾ കാറ്റു അടിക്കുമ്പോൾ ഈ പൊടി മുഴുവൻ അന്തരീക്ഷം മുഴുവൻ നിറയും. ഭൂമി മുഴുവൻ പൊടിയായി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കാറ്റും കൂടി അടിക്കുമ്പോൾ അന്തരീക്ഷം നിറയും. അന്തരീക്ഷം മുഴുവൻ ചാരനിറമുഖം. അപ്പോൾ പല നിറത്തോടു കൂടിയ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടും. ആകാശത്തിൽ പല നിറത്തിലുള്ള മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ട് എല്ലാം ഒന്നു ചേരും. അങ്ങനെ ഒരൊന്ന് ചേരുന്ന ആ സമയത്ത് പിന്നെ ഒരു 100 വർഷം മഴ പെയ്യും, നിർത്താതെ മഴ പെയ്യും. ഈ പോയ വെള്ളം മുഴുവൻ ഇടിമുഴക്കത്തോടു കൂടിയാണ് പെയ്യാൻ തുടങ്ങുന്നത്. ചുട്ട് പഴുത്ത ഭൂമിയിൽ വെള്ളം വീണാൽ എന്താ പറ്റുക? പൊടിഞ്ഞു പോകും. നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് നോക്കിയാൽ പൊട്ടിക്കളയും ഗ്ലാസ്. അതുപോലെ എന്തും ചുട്ട് പഴുപ്പിച്ചിട്ട് പെട്ടെന്ന് മഴ പെയ്പ്പിച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് വെള്ളത്തിലലിഞ്ഞു പോകും. അതുപോലെ ഇടിമുഴക്കത്തോടെ അപ്പോൾ ബ്രഹ്മാണ്ടം ജലമയമായി മാറും. 14 ജലപ്രളയം കൊണ്ട് ഭൂമിയുടെ ഗുണമായ ഗന്ധത്തെ ജലം ഗ്രഹിക്കും. അതായത് വെള്ളം ആ ഭൂമിയെ മുഴുവൻ പൊട്ടിമാരിയാക്കിയിട്ട് വെള്ളം കൂടിയാകുമ്പോൾ അപ്പോൾ ഭൂമി ജലത്തിൽ ലയിക്കും. ആ വെള്ളത്തിൽ അലിഞ്ഞു പോകും ഭൂമി മുഴുവൻ, പ്രപഞ്ചത്തിലെ എല്ലാ കോളങ്ങളും. പതിനഞ്ച് 16 അപ്പോൾ അഗ്നി ജലത്തിന്റെ ഗുണമായ രസത്തെ വിഴുങ്ങും. അപ്പോൾ രസമില്ലാത്ത ജലം തേജസ്സിൽ ലയിക്കും. അപ്പോഴേക്ക് ഈ ഭൂമിയാവുന്ന കരം മുഴുവൻ ജലത്തിൽ ലയിച്ചു പോയി. പിന്നെ ജലമേ ഉള്ളൂ. ജലവും ചൂട് കൊണ്ടെന്തായിത്തീരും? പിന്നെ ബാഷ്പീകരിക്കും. അത് തേജസ്സിൽ ലയിക്കും, അഗ്നിയിൽ ലയിക്കും. ഭൂമി മുഴുവൻ വെള്ളത്തിലലിയുന്ന വെള്ളവും ചൂട് കൊണ്ടാകുമ്പം ഈ വെള്ളത്തിലരിഞ്ഞ ഇതെല്ലാം കൂടിയിട്ട് പിന്നെ അപ്പം ഖരം ദ്രവമായി, ദ്രവം അഗ്നിയായിട്ട് ചേർന്നിട്ട് വായു രൂപത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ തേജസ്സിനെ വായു ഗ്രഹിക്കുന്നു. അത് പിന്നെ വായുവായി മാറി. ഇതുപോലെ എന്താണ്? ഐസ് എടുത്തിട്ട് ചൂടാക്കിയാൽ വെള്ളമാകും, വെള്ളമെടുത്ത് ചൂടാക്കിയാൽ വായുവാകും. അതുപോലെ ഈ ഭൂമിയെല്ലാം വായുവായിട്ട് മാറും. വായു ആകാശത്തിലേക്ക് പോകും. പിന്നെ അത് ഉയരുമ്പോൾ പിന്നെ വൈദ്യുതി രൂപത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാലോ, ഭൂമിയിലുള്ള ജലം അങ്ങോട്ട് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ജലമായിട്ടല്ല നിൽക്കുക, ചാർജ് കണങ്ങളായിട്ട് മാറും. ഹൈറ്റ് നോക്കുക. അതാണ് പിന്നെ മേഘങ്ങൾ കൂടിച്ചേരുമ്പോൾ അപ്പം എനർജി രൂപത്തിലേക്ക് പോവുകയാണ് ആകാശത്തിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ വായു ആകാശത്തിൽ പ്രവേശിക്കുന്നു. ആകാശത്തെ ഗുണകരമായ ശബ്ദം എന്ന് പറഞ്ഞാൽ എനർജി രൂപത്തിൽ താമസാഹങ്കാരമായി ഗ്രഹിക്കുന്നു. അപ്പോഴത് എനർജി രൂപത്തിലായി മാറുന്നു. അതാണ് താമസ ഗുണം. ആകാശം താമസാഹങ്കാരത്തിൽ ലയിക്കുന്നു. അതോടുകൂടി താമസ അഹങ്കാരമായി മാറുന്നു. അതായത് ദ്രവ്യങ്ങൾ അഹങ്കാരങ്ങളായി മാറുന്നു. അഹങ്കാരങ്ങളിൽ നിന്നാണ് ഭൂമിയെല്ലാം ഉണ്ടായത്. തിരിച്ച് അഹങ്കാരത്തിലേക്ക് പോകുന്നു. തിരിച്ചു പോകുന്ന പറയുകയാണ്. അപ്പോൾ രാജസ അഹങ്കാരം അതിൻ്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം
ഒഴിവാക്കിക്കൊണ്ട് അതേമാതിരി സാത്വിക അഹങ്കാരം അവയുടെ ദേവതകളെയെല്ലാം ഗ്രസിച്ചു കൊണ്ടുപോകുന്നു. അതായത് എല്ലാ രാജസ താമസ അഹങ്കാരങ്ങളെല്ലാം ഇല്ലാതാകുന്നു. രജോ തമോ ഗുണങ്ങളെല്ലാം തിരിച്ചു പോകുന്നു. ഇതെല്ലാം എവിടെ നിന്നാണ് വന്നത്? സയൻസ് എന്ന്. അപ്പം മഹാതത്വം 18. അപ്പോൾ മഹാതത്വം മൂന്ന് വിധത്തിലുള്ള അഹങ്കാരങ്ങളെയും രജോ തമോ താമസ ഗുണങ്ങൾ സത്വഗുണങ്ങളെയും പ്രേരിതമായി ഗ്രസിക്കുന്നു, അതായത് തിരിച്ചെടുക്കുന്നു. അഹങ്കാരത്തിൽ നിന്നാണ്, സയൻസിൽ നിന്നാണല്ലോ അഹങ്കാരങ്ങൾ ഉണ്ടായത്, ഞാനെന്ന ഭാവം ഉണ്ടായത്. ആദ്യം സയൻസ് ഉണ്ടായി, പിന്നെ അതിൽ നിന്ന് ഞാനെന്ന അഹങ്കാരം ഉണ്ടായി. അഹങ്കാരമാണ് സത്വരജോ ഗുണങ്ങളെല്ലായിട്ട് പിന്നെ പഞ്ചഭൂതങ്ങളെല്ലായിട്ട് മാറി. ഇത് തിരിച്ചിട്ട് അഹങ്കാരങ്ങൾ എന്തിലേക്ക് പോകും? മഹാതത്വം സയൻസിലേക്ക് പോകും. അപ്പം ഇപ്പം പ്രപഞ്ചത്തിൽ എന്തേ ഉള്ളൂ? ഈ പറയുന്ന വസ്തുക്കളെല്ലാം പ്രപഞ്ചവും എല്ലാം മഹാതത്വമായിട്ട് മാറി. ആ അവ്യക്തമായ മഹാതത്വം, സയൻസ് എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് രൂപത്തിലേക്കായി? അവ്യക്തമാണ്, കാണാനൊന്നും പറ്റില്ല. സയൻസിനെ നമ്മൾക്ക് തൊട്ടു നോക്കാനെല്ലാം പറ്റുമോ? സയൻസ് എന്നുണ്ടെങ്കിൽ തൊടാനും കാണാനും എല്ലാം പറ്റുമോ? ഇല്ല. അപ്പം കാണാനും കേൾക്കാനും എല്ലാം കഴിവെല്ലാം നഷ്ടപ്പെട്ടു, വെറും സയൻസായി മാറി. അപ്പോൾ പിന്നെ വികാരങ്ങളില്ല. ഈ ലോകത്തുനിന്ന് വികാരങ്ങളെല്ലാം നശിച്ചു. പിന്നെ എന്തേ ഉള്ളൂ? സയൻസ്. വേദങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആധുനിക സയൻസ് എന്ന് എന്തോ പറയാം. അതിലൂടെയാണ് പ്രപഞ്ചമുണ്ടായത്. അതുകൊണ്ട് ആദി അഥവാ ജനനമില്ലാതാകുന്നു. ജനനത്തിലുള്ള സയൻസിലൂടെയാണ് എല്ലാ സൃഷ്ടിയും ഉണ്ടായിരിക്കുന്നത്. തിരിച്ചു പോകുമ്പോൾ പിന്നെ ഇനി ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ജനനങ്ങളെല്ലാം തീർന്നു. പിന്നെ എന്തേ ഉള്ളൂ? സയൻസേ ഉണ്ട്. അത് വികാരരഹിതമായി, അത് നാശമില്ലാത്തതും സകലത്തിൻ്റെയും കാരണഭൂതനുമാണ്. സയൻസ് അതിന് നാശമില്ല. എല്ലാത്തിൻ്റെയും കാരണം, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിൻ്റെ എല്ലാം പിന്നിലുള്ളത് സയൻസാണ്. സയൻസിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായത്, സയൻസിൽ നിന്നാണ് പ്രപഞ്ചമായത്. ഇപ്പം പ്രപഞ്ചം മുഴുവൻ ഇതിൽ പോയിരുന്നു, മഹാതത്വമായിട്ട് മാറി. 20-21 ഏതിൽ വാക്ക്, മനസ്സ്, ഗുണങ്ങൾ, പ്രാണൻ, സൂത്രങ്ങൾ, ദേവതകൾ, രൂപങ്ങൾ, സ്വപ്നം, ജാഗ്രത, സുഷുപ്തി, കാറ്റ്, അഗ്നി, സൂര്യൻ എന്നിവയിലെ ഇവയെല്ലാം ഏതിൽ നിന്നുണ്ടായതാണ്? മഹാതത്വത്തിൽ നിന്നുണ്ടായതാണ്. ആ തത്വത്തെ അതിനെ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഇതെല്ലാം ഇല്ലാതായി മാറുന്നത്. ആ ഒരവസ്ഥയാണ് ഏതിൽ നിന്നാണോ ഈ പറഞ്ഞ എല്ലാ പ്രപഞ്ചത്തിലുള്ള വാക്ക്, മനസ്സ്, ഗുണങ്ങൾ ഇതെല്ലാം ഉണ്ടായത്, അതീ മഹാതത്വത്തിൽ നിന്നാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ മൂലഭൂതം എന്ന് പറയാം. ആ സയൻസിൽ നിന്നും പ്രപഞ്ചമായി മാറുന്നു. അത് മൂലഭൂതത്തിൽ നിന്നാണ്. അതാണ് മൂലഭൂതം. ആ മൂലഭൂതത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളും വികാരങ്ങളും എല്ലാമായിട്ട് മാറിയത്. അപ്പോൾ സത്വാദി ഗുണങ്ങളുടെ കാരണങ്ങൾ നശിച്ച് പുരുഷനിലും അവ്യക്തത്തിലും ലയിക്കുന്ന ലോകത്തിനെ പ്രാകൃതലയനം എന്ന് പറയുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ തിരിച്ച് ആ മൂലഭൂതത്തിൽ ലയിക്കുന്ന ആ പ്രവൃത്തിയെയാണ്, ആ ലയനത്തെയാണ് പ്രാകൃതലയനം എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രപഞ്ചമെല്ലാം മൂലഭൂതത്തിൽ നിന്നാണ് ഉണ്ടായത്, അല്ലെങ്കിൽ മഹത്തത്വത്തിൽ നിന്നാണ് ഉണ്ടായത്. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. ആ മഹത്തത്വത്തിലേക്ക് പോയി
അല്ലെങ്കിൽ മൂലഭൂതത്തിലേക്ക് പോയി ലയിക്കുന്ന ആ പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്? പ്രാകൃതിക ലയനം എന്ന് പറയുന്നത്. അപ്പം 2 ലയനങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കണം. ഇനി 23. അപ്പോൾ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും വിഷയങ്ങളിൽ ഏതിൽ നിന്നാണ് വന്നത്? ഈ മഹത്തത്വമിലെ ജ്ഞാനത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ, ബുദ്ധി, വിഷയങ്ങൾ ഇവയുടെ രൂപമായ ആ ആത്മസ്വരൂപമായ ജ്ഞാനം, ആ ജ്ഞാനം മാത്രം അപ്പോൾ പ്രകാശിക്കും. അപ്പോൾ എന്ത് ചെയ്യുള്ളൂ? ആ ജ്ഞാനം മാത്രമേ, ജ്ഞാനത്തിന് തന്നെയാണ് മഹത്തത്വങ്ങളെല്ലാം ആ ജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനാണ് സയൻസ്, വേദങ്ങൾ എന്നെല്ലാം പറയുന്നത്. അതപ്പോൾ പ്രകാശിക്കും. അതില്ലാതെ ആയില്ല. അതാണ് പ്രപഞ്ചമായി മാറിയത്. സയൻസിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അപ്പൊ സയൻസ് ആദ്യം ശോഭിക്കുകയാണ്. പക്ഷേ ഉൽപ്പത്തി വിനാശത്തോടു കൂടിയ അത് ഇല്ലാത്തത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ആ സയൻസ് എന്തിനു വേണ്ടിയാണ് ഉണ്ടായത്? പ്രപഞ്ചം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അതിനു മുമ്പിൽ ആരേ ഉണ്ടായിരുന്നുള്ളൂ? ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നു. ബ്രഹ്മത്തിന് സയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. സയൻസിൻ്റെ ആവശ്യമായിരിക്കാണ് പ്രപഞ്ചം ഉണ്ടാകാൻ വേണ്ടിയുള്ളപ്പോഴാണ്. അല്ലാതെ ബ്രഹ്മത്തിന്, നിർഗുണമായ ബ്രഹ്മത്തിന് എന്തിനാണ്? അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനും ഉൽപ്പത്തി വിനാശമെല്ലാം ഉണ്ട്. അതും ഇല്ലാത്തത് തന്നെയാണെന്ന് സങ്കല്പിക്കണം. യഥാർത്ഥത്തിൽ അതും ഇല്ല. ആദ്യം ബ്രഹ്മമേ ഉള്ളൂ. പ്രപഞ്ചം ഉണ്ടാക്കേണ്ട ആവശ്യം വരുമ്പോഴാണ് സയൻസിൻ്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി നടത്തേണ്ട സമയത്ത് വിഷ്ണു പോയിട്ട് വേദങ്ങളെ എടുത്തുകൊണ്ട് കൊടുത്തത്. അപ്പം അതും വെറും ബ്രഹ്മമേ ഉള്ളവർക്ക് അതിന് പ്രശസ്തിയില്ല. അതുകൊണ്ട് അതും ഉൽപ്പത്തി വിശാലത്തോടു കൂടിയ ഒരു സംഗതി തന്നെയാണ്. അതും ഇല്ലാത്തത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ബ്രഹ്മമേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ പറയാണ് 24? പ്രകാശമായ ദീപവും, ദീപത്തിൽ നിന്നാണ് പ്രകാശം വരുന്നത്. കിരണങ്ങളാണ് കണ്ണിനെ പ്രകാശിപ്പിക്കുന്നത്. അപ്പം ദീപത്തിൽ നിന്ന് വെളിച്ചം വരുന്നു, കണ്ണ് അതിനെ പിടിക്കുന്നു, ഗ്രാഹ്യമായി അതിലൂടെ നമ്മൾ രൂപങ്ങൾ കാണുന്നു. അപ്പം ദീപമുണ്ട്, പ്രകാശമുണ്ട്, കണ്ണുണ്ട്, കാണേണ്ട വസ്തുവുണ്ട്. ഈ മൂന്നും ജ്യോതിസിനേക്കാൾ വേറിട്ടല്ല നിൽക്കുന്നത്. ഇതെല്ലാം ജ്യോതിസിൽ നിന്ന് വന്നതാണ്. ആ ജ്യോതിസ്, ഇതിനെല്ലാം പിന്നിലുള്ള ഒരു ജ്യോതിസ് എന്നൊരു ശക്തി വിശേഷമുണ്ടല്ലോ, അത് ഇതിൽ നിന്ന് വരുന്നതാണ്, ബ്രഹ്മത്തിൽ നിന്ന് വരുന്നതാണ്. ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്. ആ ബ്രഹ്മത്തിൻ്റെ ജ്യോതിസിൽ നിന്ന് ഇതൊന്നും വേറിട്ടല്ല നിൽക്കുന്നത്. അതെല്ലാം ഒരു ബ്രഹ്മം മാത്രമാണ് എന്നാണ് പറയാൻ പോകുന്നത്. അതുപോലെ ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങളെല്ലാം ബ്രഹ്മത്തിൽ നിന്നും വേറിട്ടൊന്നുമല്ല. ഇതെല്ലാം ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ തന്നെയാണ്. എന്നിട്ട് ബുദ്ധിയുടെ 25 ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകൾ പറയുന്നു. വിശ്വൻ അല്ലെങ്കിൽ വിഷ്ണു, തൈജസൻ അല്ലെങ്കിൽ ജീവാത്മാവ്, പ്രാജ്ഞൻ അല്ലെങ്കിൽ ജ്ഞാനി. അതായത് വിഷ്ണുവാണ് നിയന്ത്രിക്കുന്നത്, ജീവാത്മാവാണ് നമ്മളിലുള്ളത്, ജ്ഞാനിയായ മനുഷ്യർ എന്ന നിലയിൽ പ്രകാശിക്കുന്ന ഭേദം മിഥ്യയാണ്. ഇതെല്ലാം ഇങ്ങനെ നമുക്ക് പലതായിട്ട് തോന്നുന്നതെല്ലാം തന്നെ മിഥ്യയാണ്. എങ്ങനെ, അതിനൊരു ഉദാഹരണം വെച്ച് പറയുകയാണ്. എങ്ങനെ ആകാശത്തിൽ മേഘങ്ങൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു, ആകാശത്തിൽ മേഘങ്ങൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യും. അതുപോലെ ബ്രഹ്മത്താൽ പ്രപഞ്ചമുണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു. അപ്പം യഥാർത്ഥത്തിൽ എന്തേ ഉള്ളൂ? ബ്രഹ്മമേ ഉള്ളൂ. അതുകൊണ്ട് വിഷ്ണു, നമ്മളെ ജീവാത്മാവ്, പിന്നെ നമ്മൾ പ്രാജ്ഞൻ അല്ലെ ജ്ഞാനിയായ മനുഷ്യൻ, ഇവരെല്ലാം തന്നെ
പല ഭേദങ്ങളായിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇതെല്ലാം മിഥ്യയാണ്. കാരണം ഇതെല്ലാം ആ ബ്രഹ്മം തന്നെയാണ് ഈ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. ആകാശത്തിലെ മേഘങ്ങൾ ഉണ്ടായി ഇല്ലാതെയും ചെയ്യുന്നത് പോലെ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ വിഷ്ണുവായാലും ഈ ആത്മാവായാലും ഈ വ്യക്തിയായാലും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ആക്ച്വലി ഒരു മായയാൽ ഉണ്ടാകുന്നതാണ്. യഥാർത്ഥത്തിൽ സത്യം ബ്രഹ്മം തന്നെയാണ്. ശ്രുതിയിൽ പറയുന്നത് 27 എല്ലാറ്റിൻ്റെയും കാരണം സത്യമാണ്. അപ്പം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ പിന്നിലുള്ള ഒരു സത്യമായ ഒരു സംഗതിയുണ്ട്. ആ സത്യം എന്താണ്? ബ്രഹ്മമാണ്. ഈ പ്രപഞ്ചം ഉണ്ടായത് ഏതിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മമാണ്. അപ്പം അതിൻ്റെ എല്ലാം കാരണമാര് തന്നെയാണ്? ആ ബ്രഹ്മത്തിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വസ്ത്രത്തിലെ നൂല് എപ്രകാരം തനിച്ചു നിൽക്കും? വസ്ത്രത്തിന് നൂലുണ്ടെങ്കിലേ വസ്ത്രം നിൽക്കും. പക്ഷെ നൂലിന് തനിച്ചു നിൽക്കാം. പക്ഷെ വസ്ത്രം നൂലിൻ്റെ ഡിപ്പെൻഡൻ്റ് ആണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ നൂലിൻ്റെ ചേർന്ന് വെച്ചുണ്ടാകുന്നതാണ്. നൂല് വടിക്ക് ഈ വസ്ത്രമല്ലാത്ത രൂപത്തിൽ ഒറ്റക്ക് നിൽക്കാൻ പറ്റും. അതുപോലെ ഈ ഇവയെല്ലാം അവയവിയില്ലെങ്കിലും അവയവം പ്രകാശിക്കും. അതായത് ബ്രഹ്മം കൊണ്ടാണ് ഈ ശരീരമെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ ശരീരമില്ലെങ്കിലും ബ്രഹ്മം പ്രകാശിക്കും. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തിരിച്ച് അങ്ങോട്ടേക്ക് പോയി. അപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് ഏതാണുള്ളത്? ആ ബ്രഹ്മം പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനൊരു കുഴപ്പമില്ല. ഇതിങ്ങനെ ഉണ്ടായി അങ്ങനെ വന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ് പ്രകാശിക്കുന്നത്. അതങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഈ ശരീരമൊന്നും പ്രപഞ്ചമൊന്നും ഇല്ലെങ്കിലും അതാ തേജസ്സോടുകൂടി നിൽക്കും. 28 പറയാണ് കാരണരൂപവും കാര്യരൂപവും അന്യോന്യം ആശ്രയിച്ച് കഴിയുന്നത് ബ്രഹ്മമാണ്. യഥാർത്ഥത്തിൽ കാര്യവും കാരണവും എല്ലാം ബ്രഹ്മമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു വസ്തു ഉണ്ടാകുന്നുണ്ടെങ്കിൽ കാരണം ഉണ്ടാകുന്ന ഏതിൽ നിന്നാണ്? ഏതോ ഒന്നിൽ നിന്നായിരിക്കും. അതായത് ബ്രഹ്മത്തിന് എന്തോ ഒരു തോന്നൽ തോന്നിയിട്ടാണ് അതിൽ നിന്നും ഒരു കാരണം ഉണ്ടാവുകയും അതിലൂടെ പ്രപഞ്ചം ഉണ്ടാവുകയും ചെയ്തത്. അപ്പൊ ഈ സംഗതികൾ രണ്ടും കാര്യകാരണങ്ങളും എല്ലാം ബ്രഹ്മമാണ്. യഥാർത്ഥത്തിൽ സത്യം ബ്രഹ്മം മാത്രമാണ്. അതിനാൽ അന്യോന്യം ആശ്രയിച്ച് കഴിയുന്നതാണ് കാര്യവും കാരണവും. അതും ഒരു ബ്രഹ്മമാണ്. അതിനാൽ ഉത്ഭവവും നാശവും ബ്രഹ്മമാണ്, അസത്യമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചമായി മാറുന്നതും തിരിച്ച് ഇല്ലാതാകുന്നതെല്ലാം ഒരു ബ്രഹ്മം മാത്രമാണ്. യഥാർത്ഥത്തിൽ സത്യം ഏതാണ്? ആ ബ്രഹ്മം തന്നെയാണ്. പ്രപഞ്ചം പ്രകാശമില്ലാതെ പ്രകാശിക്കില്ല. ഈ പ്രപഞ്ചത്തെ നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം? പ്രകാശം ഉണ്ടെങ്കിലല്ലേ പ്രപഞ്ചത്തെ കാണാൻ പറ്റുള്ളൂ. പ്രപഞ്ചം എല്ലാം ഉണ്ട്, ഈ വീടും എല്ലാം ഉണ്ട്. ഒളിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ സ്വയം പ്രകാശിക്കുന്ന ആത്മാവ് പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നു. അപ്പം സ്വയം പ്രകാശിക്കുന്ന ആ പരമാത്മാവാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. ആത്മാവിന് ഭേദഭാവമില്ല, ഉണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ ആത്മാവിനെന്തില്ല? ഭേദഭാവമില്ല. ഉണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ, ആരെങ്കിലും ആത്മാവിന് ഭേദഭാവമുണ്ട് എന്ന് ചിന്തിക്കുന്നതിൽ അത് ആത്മവിഷയമായ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മളെ ജീവാത്മാവ് ഞാനെന്ന ഒരു ചിന്ത ഉണ്ടാക്കിയിട്ടാണ് അതുണ്ട് ഇല്ല എന്നെല്ലാം തോന്നുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ അതിന് കാരണമായി നിൽക്കുന്ന ആ പരമാത്മാവിനെന്തില്ല? ഒരു ഭേദഭാവവും ഇല്ല. ആ ഭേദഭാവം ഉണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ അജ്ഞാനിയാണ്,
അവർക്ക് ആത്മതത്വം അറിയില്ല. അങ്ങനെ ആത്മതത്വം അറിയുമ്പോഴാണ് അവരെ കാണുന്നതെല്ലാം ബ്രഹ്മമായി തോന്നുന്നത്. എന്നാൽ അജ്ഞാനിക്ക് ഞാനെന്നൊരു ചിന്തയുണ്ട്, കാണുന്നതെല്ലാം പലതായിട്ട് തോന്നും. യഥാർത്ഥത്തിൽ ആ ബ്രഹ്മത്തിന്, ആ പരമാത്മാവിന് ആരിലും ഭേദഭാവമില്ല. ആത്മാവിൽ നിന്നും പ്രകാശിക്കുന്ന ജീവാത്മാവിന്, അപ്പോൾ ഉള്ളിലുള്ള പരമാത്മാവ്, ആ പരമാത്മാവിൽ നിന്നും പ്രകാശം ലഭിച്ചിട്ടാണ് ജീവാത്മാവ് പ്രകാശിക്കുന്നത്. ആ ജീവാത്മാവാണ് ഞാനെന്ന ചിന്ത ഉണ്ടാക്കുന്നത്. ആത്മാവിൽ നിന്നും പ്രകാശിക്കുന്ന ജീവാത്മാവിന് ഭേദം തോന്നുന്നത് ആകാശത്തിലെ സൂര്യനെ ജലത്തിൽ കാണുന്നത് പോലെയാണ്. സത്യമൊന്നുമല്ല. ആത്മാവിന് ഭേദമില്ല. ആത്മാവിൻ്റെ പ്രകാശം കൊണ്ട് ജീവാത്മാവ് ഭേദം ദർശിക്കുന്നുണ്ടെങ്കിൽ അത് സൂര്യനെ ജലത്തിൽ സൂര്യനുള്ള മാതിരി തോന്നുന്നതിന് സമാനമാണ്. അല്ലെങ്കിൽ പുറത്തുള്ള വായുവും അകത്തുള്ള വായുവും പോലെ വ്യത്യാസം തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ പുറത്തുള്ള വായു അകത്തുള്ള വായു എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ പുറത്തുള്ള വായു വേറെ, നമ്മളിലുള്ള വായു വേറെ എന്ന് രണ്ടായിട്ട് തോന്നുന്നുണ്ട്. 31. എങ്ങനെ സ്വർണത്തെ മനുഷ്യൻ വ്യവഹാര ക്രിയാവിശേഷത്താൽ പല ആഭരണങ്ങളാക്കി മാറ്റുന്നുവോ? സ്വർണത്തെ നമ്മൾ എന്താക്കി മാറ്റും? പല ക്രിയകളിലൂടെ പല ആവശ്യത്തിനായിട്ട് സ്വർണം, വള, ഇങ്ങനെ സ്വർണത്തെ എന്താക്കും? വള, മാല, ഇങ്ങനെ പലതായിട്ട് മാറ്റിത്തീർക്കും. മാറ്റുന്നത് പോലെ ലൗകികം, വൈദികം, വാക്കുകൾ, അഹങ്കാരം മൂലാവിയാൽ ജനങ്ങളാലും ഇന്ദ്രിയ വിജ്ഞാനത്തിന് വിഷയമല്ലാത്ത പരമാത്മാവ് പ്രതിപാദിക്കപ്പെടുന്നു. ആ പരമാത്മാവിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പലതരം ഇന്ദ്രിയങ്ങളാലും അഹങ്കാരങ്ങളാലുമാണ് ഇത് പല രൂപത്തിലായിട്ട് പ്രതിഭാസിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്വർണമാണെല്ലാം, പക്ഷേ അത് ചില വ്യവഹാരത്തിനെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് പലതായി തീരുന്നത് പോലെ ഈ പരമാത്മാവ് തന്നെയാണ് ഇങ്ങനെ ചില കാരണങ്ങളിലൂടെയെല്ലാം പലതായിട്ട് മാറിയിരിക്കുന്നത്. സ്വർണം ചില വ്യവഹാരങ്ങളിലൂടെയെല്ലാം വള, മാലയിലായി മാറുന്നത് പോലെ പരമാത്മാവ് ഈ പറയുന്ന അഹങ്കാരം, ലൈംഗികം, ഭൗതികം, വാക്കുകൾ, അഹങ്കാരം, ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ എല്ലാം കൂടിയിട്ട് പലതായിട്ട് പ്രതിഭാസിക്കുന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് ബ്രഹ്മം മാത്രമാണ്. അതിന് ഒരു ഗുണവും ഇല്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പലതായിട്ട് പ്രതിഭാസിക്കുന്നതായിട്ട് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളും കണ്ണുകളും എല്ലാം നമ്മളെ അങ്ങനെ ധരിപ്പിക്കുന്നു. ഇനി 32. സൂര്യരശ്മികളിൽ നിന്ന് കിട്ടുന്ന പ്രകാശം കൊണ്ടാണ് നമ്മൾ മേഘങ്ങളെ കാണുന്നത്. ആകാശത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മേഘങ്ങളെ കാണുന്ന, നല്ല മേഘം മൂടിക്കിടക്കുന്ന ആകാശമാണെന്ന് വെച്ചോ. ആകാശത്തിലെ മേഘങ്ങളെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ്. അതേസമയം ഈ മേഘം എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ മറക്കുന്നുമുണ്ട്. സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് നമുക്ക് മേഘങ്ങളെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ മേഘങ്ങളെ കാണുന്നുള്ളൂ, സൂര്യനെ കാണാൻ പറ്റുന്നില്ല. ഈ മേഘം സൂര്യനെ മറക്കുന്നു. അതുപോലെ അഹങ്കാരവും ബ്രഹ്മത്താലാണ് പ്രകാശിക്കുന്നത്. ഈ അഹങ്കാരത്തിന് കാരണം അത് പ്രകാശിക്കുന്നതും ബ്രഹ്മത്താലാണ്. പക്ഷേ ഈ അഹങ്കാരം എന്ത് ചെയ്യുന്നത്? ബ്രഹ്മസാക്ഷാത്കാരത്തിന് തടസ്സമായി നിൽക്കുന്നു. ഈ അഹങ്കാരം ഞാനെന്ന ചിന്തയല്ല ഉണ്ടാക്കുന്നത് തന്നെ ആ ബ്രഹ്മമാണ്. പക്ഷേ ആ അഹങ്കാരം എന്ത് ചെയ്യുന്നു? ആ ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നു. ഇനി 33. ഒരിക്കൽ കൂടി അത് പറയുകയാണ്.
സൂര്യകാരണമായ മേഘം, സൂര്യൻ കൊണ്ടാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെ മേഘങ്ങൾ ഉണ്ടാകുന്നത്? സൂര്യൻ ഭൂമിയിലെ ജലത്തെ ഉയർത്തിയിട്ട് മേഘമാക്കി മാറ്റുന്നു. അപ്പോൾ സൂര്യൻ കാരണമാണ് മേഘം ഉണ്ടായിരിക്കുന്നത്. മേഘമുണ്ടാകുമ്പോൾ ആ സൂര്യനെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ ആത്മാവിൻ്റെ ഉപാധികളാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. ആ അഹങ്കാരത്തെ നശിപ്പിച്ചാൽ, മേഘത്തെ നശിപ്പിച്ചാൽ നമുക്ക് സൂര്യനെ കാണാം. അതുപോലെ ഈ ആത്മാവിലാണ് അഹങ്കാരം ഉണ്ടാകുന്നത്. അഹങ്കാരമാണ് ആത്മാവിനെ മറിക്കുന്നത്. അതുകൊണ്ട് അഹങ്കാരത്തെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്ന് ധരിക്കും. അപ്പോൾ ഞാൻ ബ്രഹ്മമാണ് എന്ന സത്യം മനസ്സിലാകുന്നു. അതിനെന്ത് വേണം? 34 പറയുന്നു, എപ്പോൾ വിവേകം എന്ന കത്തി കൊണ്ട്, മൂർച്ചയുള്ള കത്തി കൊണ്ട്, വിവേകമാവുന്ന മൂർച്ചയുള്ള കത്തി കൊണ്ട് മഹാപൂർണമായ അഹങ്കാരം എന്ന ആത്മബന്ധത്തെ, അഹങ്കാരമാണ് ആത്മാവും ഈ ശരീരമെല്ലായിട്ട് ഇന്ദ്രിയങ്ങളെല്ലായിട്ട് ബന്ധിപ്പിക്കുന്നത്. ആ ആത്മബന്ധത്തെ മുറിക്കണം. അഹങ്കാരത്തെ മുറിച്ചു മാറ്റണം. ആത്മാവിൽ നിന്ന്, ജീവാത്മാവിൽ നിന്ന് മുറിച്ച് ആത്മാവിനെ പൂർണ്ണമായി അനുഭവിക്കുന്ന അവസ്ഥയിൽ ഭവിക്കുന്നുവോ അതിനെ ആത്യന്തിക പ്രളയം എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞ ആത്യന്തിക പ്രളയം എന്ന് പറയുന്നു. അതെപ്പോഴാണ് സംഭവിക്കുക? നമ്മളെ അഹങ്കാരത്തെ വിവേകമാവുന്ന കത്തി കൊണ്ട് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ, എന്നിട്ട് ആത്മാവിനെ സ്വതന്ത്രമാക്കുമ്പോൾ, അപ്പം അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിലേക്ക് വരും. അപ്പോഴാണ് അങ്ങനെ മനസ്സ് ബ്രഹ്മത്തിൽ ലയിക്കുന്ന അവസ്ഥക്കാണ് എന്ന് പറയുന്നത്. അതേ ബ്രഹ്മസാക്ഷാത്കാരം എന്ന അവസ്ഥക്കാണ് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത്. അപ്പം 3 പ്രളയത്തെ പറ്റി പറഞ്ഞു. ഇനി 4ാമത്തതാണ് പറയേണ്ടത്. 35 പറയുകയാണ്, വളരെ സൂക്ഷ്മമായ ജ്ഞാനികൾ എന്താണ് പറയുന്നത്? സമസ്ത ജീവജാലങ്ങളും ബ്രഹ്മത്താൽ ഉൽപ്പത്തിയും പ്രളയവും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. സൂക്ഷ്മജ്ഞാനികൾ പറയാണ്, ബ്രഹ്മത്താലാണ് ഈ സമസ്ത ജീവജാലങ്ങളും ഉണ്ടായതും ഇല്ലാതാകുകയും ചെയ്യുന്നത്. നദീപ്രവാഹത്തിന് പരിണാമം സംഭവിക്കുന്നത് പോലെ നദി ഇങ്ങനെ ഒഴുകുമ്പോൾ ആ കല്ലിലും അതിലും ഇതിലും എല്ലാം കൂടിച്ചേർന്ന് വേറൊരു വായിട്ടെല്ലാം പൊട്ടിച്ചേരുമ്പോൾ അതിൻ്റെ ദിശ മാറും, അതിൻ്റെ ശക്തി മാറും, ഏറ്റക്കുറച്ചിലുകളെല്ലാം ഉണ്ടാകുന്നത് പോലെ ഉച്ചനീച കാലങ്ങളിൽ കാലം പ്രവഹിക്കുമ്പോൾ ദേഹത്തിന് നാശവും ഉൽപ്പത്തിയും സംഭവിക്കുന്നു. ഉച്ചനീച കാലങ്ങളിൽ ഇപ്പം നമ്മളെ രാശിചക്രത്തിലെ, ജ്യോതിഷ ചക്രത്തിലെ ഗ്രഹങ്ങൾക്ക് ഉച്ചസ്ഥാനവും നീചസ്ഥാനവും എല്ലാം സംഭവിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കാലത്തിനനുസരിച്ച് ശക്തിയും ശക്തിക്ഷയവും എല്ലാം നാശവുമെല്ലാം സംഭവിക്കുന്നു. ഇപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ മാറ്റത്തിൻ്റെ പിന്നിലും ഗ്രഹങ്ങളുടെ ചലനവും, ഗ്രഹങ്ങൾ ചലിക്കുമ്പോൾ ചില സ്ഥലത്ത് നല്ല ശക്തിയിൽ വരും, ചില സ്ഥലത്ത് മോശത്തിലേക്ക് വരും. അതിനനുസരിച്ചാണ്, അത് കാലത്തിനനുസരിച്ചാണ് വരിക. അതിനനുസരിച്ചാണ് ജീവജാലങ്ങൾക്ക് ഉയർച്ചയും നാശവുമെല്ലാം സംഭവിക്കുന്നത്. അപ്പം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഉയർച്ചയും താഴ്ചയുമെല്ലാം ബ്രഹ്മം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. 37 സൂര്യനും ചന്ദ്രനും ആകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരം മൂലമുള്ള അവസ്ഥകൾ നമ്മൾ കാണുന്നില്ല. നേരത്തെ പറഞ്ഞ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് നമ്മളെ ശരീരത്തിൽ, അത് ജ്യോതിഷർക്ക് നോക്കിയാൽ അറിയാം. രാശിചക്രത്തിലെത്തി ഗ്രഹം ഇന്നടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മോശമാണ്, ഇന്നടുത്ത് വരുമ്പോൾ നല്ലതാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ ആകാശത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ ശരീരത്തിന് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ. ഇപ്പം സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരത്തിലുള്ള വ്യതിയാനങ്ങൾ
നമുക്ക് നോക്കിയാലൊന്നും നമുക്ക് പിടികിട്ടില്ല. പക്ഷെ അതവർ മനസ്സിലാക്കിയിട്ടാണ് ജ്യോതിഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതവർ ജ്യോതിഷർ നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ സാധാരണ മനുഷ്യർക്ക്, യുക്തിവാദികളായാലും നിരീശ്വരവാദികളായാലും അവർക്കൊന്നും ആകാശത്തിലെ അപ്പവും ചുറ്റുന്നവന് സൂര്യനും ചന്ദ്രനും അങ്ങ് ചുറ്റിക്കളും എന്തോ വ്യത്യാസം. പക്ഷേ സൂര്യചന്ദ്രന്മാർ ആകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരം മൂലമുള്ള അവസ്ഥകൾ കാണുന്നില്ലയോ? ആദിയും അന്തവുമുള്ള ഈശ്വരരൂപിയായ കാലത്താൽ, കാലചക്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കാലചക്രത്തിലുണ്ടാവുന്ന മാറ്റങ്ങളും നമുക്ക് ദൃശ്യമാകുന്നില്ല. കാലം മാറുന്നതനുസരിച്ച് നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ കാലമായിട്ട് അതിനെ നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. നമ്മൾ കാലം ഓർക്കുന്നില്ല. പക്ഷേ കാലം ഒരു ദിവസം കഴിയുമ്പോൾ നമ്മളൊരു ആയുസ് ഒരു ദിവസം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? നമുക്ക് കാലം മാറുന്നുണ്ട്. കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമുക്കത്, അതിന് പിന്നിലുള്ളത് ഗ്രഹങ്ങളുടെ ചലനവുമാണ്. ഗ്രഹങ്ങളുടെ ചലനമാണ് കാലത്തിനാശ്രയം. ആ കാലത്ത് ഇതൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനി 38. നിത്യവും നൈമിത്യവും പ്രാകൃതികവും ആത്യന്തികവുമായ പ്രളയം പ്രതിപാദിക്കപ്പെട്ടു. അങ്ങനെ നിത്യവും നൈമിത്യവും പ്രാകൃതികവും ആത്യന്തികവുമായ പ്രളയം പ്രതിപാദിക്കപ്പെട്ടു. കാലത്തിൻ്റെ ഗതി ഇപ്രകാരമാകുന്നു. 39. ജഗത്തിനെ സൃഷ്ടിച്ച് ജീവികൾക്ക് ആവാസസ്ഥാനവും നൽകി ശ്രീനാരായണൻ്റെ ലീലാ വിലാസങ്ങളാകുന്ന കഥകൾ നിനക്ക് ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇതുവരെയുള്ള എല്ലാം ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. ഇത് പൂർണ്ണമായും പറയുവാൻ ബ്രഹ്മദേവന് പോലും ശക്തനാവുകയില്ല. ഇദ്ദേഹത്തിൻ്റെ ലീലാവികാസങ്ങളുടെ കഥകളെല്ലാം, അങ്ങനെ ശാസ്ത്രത്തിൻ്റെ പിന്നുള്ള സയൻസ് എല്ലാം പൂർണ്ണമായി പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മദേവന് പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുമാതിരിയെല്ലാം കാലഗതിയെ പറ്റിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ജ്യോതിഷത്തിൻ്റെ പിന്നിലുള്ള എല്ലാം ജ്യോതിഷർക്കെല്ലാം മനസ്സിലാവും. ഈ പറഞ്ഞത് കുറച്ചെങ്കിലും മനസ്സിലാവുന്നത് ജ്യോതിഷർക്കാണ്. അപ്പം അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട്. അതെല്ലാം ബ്രഹ്മദേവന് പോലും പറഞ്ഞു തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. 40. പലവിധ ദുഃഖം എന്ന കാട്ടുതീയിൽ ദുഃഖിച്ചവനും കടക്കുവാൻ പ്രയാസമായ സംസാര സാഗരത്തെ കടക്കുവാൻ ആഗ്രഹിച്ചവനുമായ പുരുഷന് നാരായണൻ്റെ ലീലാകഥകൾ ഒഴികെ വേറൊരു തോണിയില്ല. അപ്പം ദുഃഖം മാറ്റാനും ഈ സംസാര സാഗരത്തെ മറികടക്കാനും ആകെ ഒരൊറ്റ തോണിയേ ഉള്ളൂ. നാരായണൻ്റെ ലീലാവിലാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കഥയിലൂടെ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. സത്യം മനസ്സിലാക്കുമ്പോൾ നമുക്കെല്ലാം ഈസി ആയിട്ട് അനുഭവപ്പെടും. 41. നാശമില്ലാത്ത നാരായണ ഋഷി പുരാണ സംഹിതയെ ആദ്യം നാരദന് ഉപദേശിച്ചു കൊടുത്തു. അവനത് വേദവ്യാസന് ഉപദേശിച്ചു കൊടുത്തു. 42. വ്യാസനത് സന്തോഷിച്ച് വേദതുല്യമായതും ഭഗവാന്റെ ചരിത്രത്തെ പറയുന്നതുമായ ഇതിഹാസങ്ങളെ എനിക്ക് ഉപദേശിച്ചു തന്നു. 43. ഈ സൂതൻ നവ്യശാരത്തിൽ വെച്ച് ദീർഘസത്രം എന്ന യാഗത്താൽ ശൗനാദികൾ ചോദിച്ചപ്പോൾ ഈ ഭാഗവതത്തെ ഉപദേശിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അധ്യായം, അതായത് എവിടെ വെച്ചാണ് ഇതെല്ലാം പറഞ്ഞത് എന്നുള്ളത് ചുരുക്കി ഒന്നുകൂടി പറഞ്ഞിട്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്.